Hello everybody, happy Christmas and happy New Year. എല്ലാവരെയും ഞങ്ങൾ ഇന്ത്യ ട്രാവൽ വ്യൂസ് ചാനലിലേക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മളിവിടെ വൈനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ക്രിസ്മസ് കാലത്ത് വൈൻ ഉണ്ടാക്കി യൂട്യൂബിലെല്ലാം പ്രചരിപ്പിക്കുന്നത് കേരളത്തിൽ അബ്കാരി നിയമത്തിന്റെ ചട്ടപ്രകാരം ലൈസൻസ് ഇല്ലാതെ കേരളത്തിൽ വൈൻ ഉണ്ടാക്കിയാൽ ജയിലിൽ പോകേണ്ടി വരും. 1,00,000 രൂപ പിഴ മുതൽ 10 വർഷം തടവ് വരെ ലഭിക്കാവുന്ന കുറ്റമാണ് ലൈസൻസ് ഇല്ലാതെ വീട്ടിലുള്ള ഈ വീഞ്ഞുണ്ടാക്കല്. കേരളത്തിൽ വൈൻ ഉണ്ടാക്കുന്നതിന് 50,000 രൂപയും ലൈസൻസിനും 5,000 രൂപ ബോട്ടിൽ ചാർജിനും കൊടുക്കേണ്ടതാണ്. ഞങ്ങളിപ്പോൾ ജാർഖണ്ഡിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ജാർഖണ്ഡിലെ ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ ആണ്. മലയാളീസ് ഫാമിലി അസോസിയേഷന്റെ ഒരു ക്രിസ്മസ് സെലിബ്രേഷന് വേണ്ടി ഞങ്ങൾ അല്പം വൈൻ ഉണ്ടാക്കുകയാണ്. ആ വൈൻ ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ നമ്മൾ 1.5 കിലോ മുന്തിരിങ്ങായാണ് വാങ്ങിയിരിക്കുന്നത്. ഞങ്ങൾ 50 പേര് ഓളം ഏകദേശം ക്രിസ്മസ് സെലിബ്രേഷന് കൂടി വരുന്നുണ്ട്. ചിലപ്പോൾ അതിലധികവും പേര് കാണും. കാരണം ഏറ്റവും ചെറിയ ഗ്ലാസ്സിൽ ഒരു 50 മില്ലി വെച്ച് തന്നെ എടുക്കാനേ കാണത്തുള്ളൂ. വളരെ കുറച്ച് മാത്രമാണ് ഞങ്ങളിത് ഉണ്ടാക്കുന്നത്. ആദ്യമേ തന്നെ മുന്തിരിയെല്ലാം അടർത്തിയെടുത്ത് അതൊരു 3-4 തവണ കഴുകിയെടുക്കണം. അല്പം അതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം ആദ്യമേ തന്നെ വിനാഗിരിയും കുറച്ച് ഉപ്പും ചേർത്ത് ഒരു 10-15 മിനിറ്റ് വെക്കുക. അതിനുശേഷം 3-4 തവണ നല്ലവണ്ണം ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം അത് ഒരു ദിവസം ഒന്ന് ഉണങ്ങാൻ വെക്കുക. അതിന്റെ വെള്ളമെല്ലാം ഒന്ന് ഉണങ്ങി തീരുന്നത് വരെ അത് ഇതുപോലെ തുണിയിലൊന്ന് വിരിച്ചു വെക്കുക. ഇപ്പോ പിറ്റേ ദിവസമായി ഒരു ദിവസത്തെ ഉണക്കുണ്ട്. ഇപ്പൊ വെള്ളമൊന്നും അല്പം പോലും ഇല്ല. ആദ്യമേ തന്നെ ജാർഖണ്ഡിലെ മലയാളീസ് ക്രിസ്മസ് സെലിബ്രേഷനിലേക്ക് നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. ഇനിയെല്ലാം അത് നമ്മൾ ശേഖരിച്ച് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. അതിനായിട്ട് 1 കിലോ മുന്തിരിക്ക് 1 ലിറ്റർ വെള്ളം വെച്ച് 1.5 കിലോ മുന്തിരിക്ക് നമ്മൾ 1.5 ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. വെള്ളം കൂടുകയോ കുറയുകയോ ചെയ്യാൻ പാടില്ല. കൂടുകയോ കുറയുകയോ ചെയ്താൽ അതിൻ്റെതായ ടേസ്റ്റ് നമ്മൾക്ക് കിട്ടത്തില്ല. 1.5 കിലോ മുന്തിരിക്ക് നമ്മൾ 1.5 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. അതേപോലെ 1 കിലോ മുന്തിരിക്ക് 900 ഗ്രാം പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കണം. 1 കിലോ മുന്തിരിക്ക് 900 ഗ്രാം. അപ്പോൾ 1.5 കിലോയ്ക്ക് നമ്മൾ 1 കിലോ 350 ഗ്രാമാണ് പഞ്ചസാര ചേർക്കുന്നത്. 1 കിലോ 350 ഗ്രാം പഞ്ചസാരയും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യമേ തന്നെ നമ്മൾക്ക് പാത്രത്തിലേക്ക് മുന്തിരിങ്ങ ഒരു ലെയർ ഇട്ട് കൊടുക്കാം. നമ്മൾ സ്റ്റീൽ പാത്രത്തിലാണ് മുന്തിരിങ്ങ നമ്മൾ ഇട്ട് വെക്കുന്നത്. പണ്ട് കാലത്ത് കല്ലുകൊണ്ടും മരം കൊണ്ടുമുള്ള ഭരണിയിലും മൺകുടങ്ങളിലുമൊക്കെ ആയിരുന്നു വീഞ്ഞുണ്ടാക്കിയിരുന്നത്. അതുകൊണ്ട് ഏത് പാത്രം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിനുണ്ടാക്കിയാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. എല്ലാവരുടെയും വീട്ടില് ഭരണിയും കുപ്പി പാത്രമൊന്നും ചിലപ്പോൾ കണ്ടെന്ന് വരത്തില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഒരു ധൈര്യത്തിനായിട്ട് ഞങ്ങൾ സ്റ്റീൽ പാത്രത്തിൽ നിങ്ങളെ വൈനുണ്ടാക്കി കാണിക്കാം. ഒരു ലെയർ ഇട്ടതിന് ശേഷം അതിന്റെ മുകളിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ആ ലെയർ മൂടുന്നത് വരെ പഞ്ചസാര ഇട്ട് കൊടുക്കുക. 1 കിലോ 350 ഗ്രാം പഞ്ചസാര നമ്മൾ മൊത്തത്തിൽ ഇട്ട് കൊടുക്കണം. അപ്പൊ അത് ഡിവൈഡ് ചെയ്ത് 3 പ്രാവശ്യമായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ 3 ലെയറാണ് നമ്മളിപ്പോൾ വെക്കുന്നത്. നമ്മൾ അധികമൊന്നും ഉണ്ടാക്കുന്നില്ല. ആകെ 1.5 കിലോ മുന്തിരി വെച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പൊ 1 ലെയർ ഇട്ട് കഴിഞ്ഞു. ഇനി അടുത്ത ലെയർ മുന്തിരി ഇട്ട് കൊടുക്കാം. ഇത് നല്ല റെഡ് വൈനാണ്, ഫ്രഞ്ച് വൈനാണ് ഉണ്ടാക്കുന്നത്. കടയിലെല്ലാം വാങ്ങാൻ കിട്ടുന്ന പോലെ ഫ്രഞ്ച് വൈൻ, നല്ല റെഡ് വൈനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഒരു ബീറ്റ്റൂട്ടും എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു 50 ഗ്രാം
ഒരു പീസ് കട്ട് ചെയ്ത് അത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് ശ്രദ്ധിക്കാം. രണ്ടാമത്തെ ലെയർ മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ഫ്രഷ് മുന്തിരിയാണ്. പഞ്ചസാര ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് അതിന്റെ പുളിപ്പും ചവർപ്പും കയ്പും എല്ലാം മാറിക്കോളും. അതുകൊണ്ട് നല്ല കറുത്ത മുന്തിരി വേണം. നല്ല കറുത്ത മുന്തിരിയിൽ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിൽ റെഡ് കളർ കിട്ടാനായിട്ടാണ് നമ്മൾ ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഉണ്ടാക്കുന്നത് റെഡ് വൈൻ ആണ്. ഇതാണ് ഏറ്റവും നല്ല മനോഹരവും ഭംഗിയുള്ളതുമായ, എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നതുമായ കളറാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഈ വൈന്. അങ്ങനെ രണ്ടാമത്തെ ലെയറും നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി അതിന്റെ മുകളിലേക്ക് നമ്മൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് പഞ്ചസാര അതിന്റെ മുകളിലേക്ക് വിതറിയിട്ട് കൊടുക്കാം. അത് മൊത്തത്തിൽ ഒന്ന് കവറായി വരുന്നത് വരെ മൊത്തത്തിലൊന്ന് എല്ലായിടത്തും വീഴുന്ന രീതിയിൽ പരത്തി ആ പഞ്ചസാര ഒരു ലെയർ ഭംഗിയായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ശ്രദ്ധിക്കുക. നിങ്ങൾ എല്ലാവരും ചോദിക്കും, ഇത് നമ്മൾ വെള്ളം അവസാനം ഒഴിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് മുന്തിരിങ്ങ ഇങ്ങനെ ഉണങ്ങാൻ വെക്കുന്നത്, വെള്ളമില്ലാതെ എല്ലാം വെക്കുന്നത് എന്തിനാണെന്നൊക്കെ ചോദിക്കും. കാരണം അങ്ങനെ ചെയ്തില്ല എങ്കിൽ ഈ മുന്തിരിങ്ങ അത് വൈനുണ്ടാക്കുന്നതിന് പകരം മുകളിലെല്ലാം കൂടി ചേർന്ന് പൂപ്പലായിട്ട് വരാനിടയായി തീരും. അതുണ്ടാകാതിരിക്കാനായിട്ടാണ് നല്ല ഫ്രഷായിട്ട് ഉണങ്ങി വരുന്ന രീതിയിൽ മുന്തിരിങ്ങ വെക്കുന്നത്. നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം എന്ന് വെച്ചാൽ ചൂട് വെള്ളം, തിളപ്പിച്ച് ആറിയ വെള്ളമാണ് ഇട്ട് കൊടുക്കുന്നത്, ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടുവെള്ളമല്ല, തിളപ്പിച്ച് ആറിയ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം പച്ചവെള്ളത്തിലാണല്ലോ നമ്മൾ കഴുകിയത്. അപ്പൊ പച്ചവെള്ളത്തിന്റെ ആ ഫംഗസും ആ പൂപ്പലുമാണ് മുന്തിരിയെ കേടാക്കുന്നത്. അപ്പൊ ആ പച്ചവെള്ളം എല്ലാം ഉണങ്ങിപ്പോകണം. അതിനുവേണ്ടിയാണ് ശരിക്ക് ഉണങ്ങാനായിട്ട് നമ്മൾ വെച്ചു കൊടുത്തത്. ഇനി അവസാനത്തെ ലെയർ കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിന്റെ മുകളിലേക്ക് ഇനി നമ്മൾക്ക് ബാക്കിയുള്ള ചില കൂട്ടുകളെല്ലാം ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം വളരെ കൃത്യമായും ഭംഗിയായും നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇപ്പോ മുന്തിരിങ്ങയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 ലെയർ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1.5 കിലോ മുന്തിരി ഇപ്പോൾ ആയിട്ടുണ്ട്. ഇനി അതിന്റെ മുകളിലേക്ക് നമുക്ക് ബാക്കിയുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. 1 കിലോ 350 ഗ്രാം പഞ്ചസാരയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അധികം പഞ്ചസാര ആയാൽ വൈനിന് ഭയങ്കര കട്ടൻ ചായ കുടിക്കുന്ന പോലെ ഭയങ്കര മധുരമായി പോകും. അപ്പൊ അതുകൊണ്ട് മധുരം ആവശ്യം നമുക്ക് ഉണ്ടെങ്കിൽ മാത്രം പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മൾ ഈ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി. ആദ്യമേ തന്നെ കണക്കില്ലാതെ പഞ്ചസാര എല്ലാം ചേർത്ത് കൊടുത്താൽ പിന്നെ നമുക്കത് കുടിക്കാൻ പറ്റാതായി തീരും. നമ്മൾ ചായ കുടിക്കുന്ന പോലെ ഉള്ള രീതിയിൽ ഒരു ടേസ്റ്റായി മാറും. അപ്പൊ അതുകൊണ്ട് വൈനിന്റെ ടേസ്റ്റ് വരണമെങ്കിൽ അതിന് മധുരം കുറവാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. മധുരം കൂടിപ്പോയാൽ പിന്നെ നമുക്ക് വെള്ളം ഒഴിക്കാൻ പറ്റത്തില്ലല്ലോ. വെള്ളം ഒഴിച്ചാൽ പിന്നെ അത് കുടിക്കാനും കൊള്ളത്തില്ല. ഇനി നമുക്ക് ആ പഞ്ചസാര എല്ലാം ഇട്ടതിന് ശേഷം ബീട്രൂട്ട്, നല്ല ചുവന്ന നല്ല കളറുള്ള നല്ല മൂത്ത പഴുത്ത ബീട്രൂട്ട്, അത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ചോപ്പ് ചെയ്ത് നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. അത് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതാണ് വൈനിന് റെഡ് കളർ ഉണ്ടാക്കുന്നത്. മുന്തിരി വൈൻ ഉണ്ടാക്കി കഴിയുമ്പോൾ ആവശ്യത്തിന് ഒരു റെഡ് കളർ നമുക്ക് കിട്ടത്തില്ല. ഒരു മങ്ങിയ റെഡ് കളറ്, ഒരു കാടിവെള്ളം പോലെ ഒരു കലങ്ങിയ റെഡ് കളറായിരിക്കും കിട്ടുന്നത്. അപ്പോ ശരിക്ക് ഒരു നല്ല ഒറിജിനൽ നല്ലൊരു റെഡ് കളർ കിട്ടാനായിട്ടാണ് ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത് അതിനകത്തോട്ട് ചേർത്ത് കലക്കി കഴിയുമ്പോൾ, ഇടിച്ച് കലക്കുമ്പോൾ അതിന്റെ കളറെല്ലാം മാറി നല്ല റെഡ് കളറായിട്ട് വരുന്നതായിരിക്കും. നമ്മൾ 1.5 കിലോ മുന്തിരിയും 1 കിലോ 350 ഗ്രാം പഞ്ചസാരയും ചേർത്ത് കൊടുത്തു. 50 ഗ്രാം ബീട്രൂട്ടും ചേർത്ത് കൊടുത്തു. ഇനി ഒരു 8-10 ഏലക്ക, ഒരു 10-15 ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 3 പട്ട നുറുക്കിയത് പീസ് ആക്കിയിട്ട് ഒരു 3 പട്ട ചേർത്ത് കൊടുക്കുക.
കാരണം അത് പൂപ്പൽ പിടിച്ചു പോകാതിരിക്കാനായിട്ടാണ് ഗ്രാമ്പും പട്ടയും ഏലക്കായും എല്ലാം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതിന് വീര്യവും വരും, അത് പൂത്തു പോകാതെ ഇരിക്കും. ഇത് നമ്മൾ ചേർത്ത് കൊടുത്തില്ല എങ്കിൽ അതിന്റെ ആ വീര്യവും നമുക്ക് കാണത്തില്ല, അത് പൂത്തു പോകാനും ഇടയായിത്തീരും. അപ്പൊ ഇതിന്റെ ആ കെമിക്കല് പൂപ്പൽ പിടിക്കാതിരിക്കാൻ ഇടയായിത്തീരും. ഇപ്പൊ നമ്മൾ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 10 ഗ്രാമിന്റെ ഒരു ഡപ്പി ഈസ്റ്റാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിന്റെ കൂടെ ഗോതമ്പ് 1 കിലോയ്ക്ക് 100 ഗ്രാം വെച്ചിട്ട് 150 ഗ്രാം ഗോതമ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗോതമ്പും ചേർത്തതിന് ശേഷം മുന്തിരിയെല്ലാം നല്ല ഉടയത്തക്കവണ്ണം ഇടിച്ചിടിച്ച് ചതയ്ക്കുക. നല്ലവണ്ണം ഇടിച്ച് തൊലിയിൽ നിന്ന് വേർപെടുത്തി വരുന്ന പോലെ എടുക്കണം. ഗോതമ്പ് ഇടുന്നത് എന്തിനെന്ന് വെച്ചാൽ അതൊരു ഫെർമെന്റേഷൻ നടക്കാനായിട്ടാണ് ഗോതമ്പും കൂടി ചേർക്കുന്നത്. ഇതെല്ലാം കൂടി ചേർന്ന് അതിനകത്ത് കിടന്ന് അങ്ങ് പതഞ്ഞു കഴിയുമ്പോൾ നല്ല വീര്യവും കൂടും. ആവശ്യത്തിന് ഗോതമ്പ് ചേർത്ത് കൊടുക്കുക. ഗോതമ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഇടിച്ചിടിച്ച് നല്ല ചതച്ച് യോജിപ്പിച്ചെടുക്കണം. ഇനി നമ്മൾ എല്ലാ മുന്തിരിയും നല്ലവണ്ണം ഉടയുന്ന രീതിയിൽ നല്ലവണ്ണം ഇടിച്ചിടിച്ച് നല്ലൊരു ഉണക്ക തവി എടുത്തിട്ട് ഇടിച്ചിടിച്ച് നല്ലവണ്ണം മുന്തിരി ഉടയുന്ന രീതിയിൽ ഒന്ന് ഇടിച്ചു കൊടുക്കുക. പഞ്ചസാരയും മുന്തിരിയും ലെയറാക്കി കൊടുത്തതിന്റെ പ്രത്യേകത ഇപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. നല്ല ഗ്രിപ്പ് കിട്ടാനാണ് കൊടുത്തത്. നല്ല ഇടിച്ച് എല്ലാം നല്ലപോലെ ഉടയണം. എല്ലാ മുന്തിരിയും പൊട്ടി വരങ്ങുന്ന രീതിയിൽ ആയിരിക്കണം. ഇപ്പൊ പഞ്ചസാര ഉള്ളത് കൊണ്ട് നല്ല ഗ്രിപ്പായിരിക്കും. അങ്ങനെ ഇടിച്ചിടിച്ച് എല്ലാ മുന്തിരിയും പൊട്ടി അത് വെള്ളം പരുവം ആകുന്ന വരെ നല്ലവണ്ണം ഇടിച്ചു കൊടുക്കുക. പല യൂട്യൂബേഴ്സും പല പല രീതിയിലെല്ലാം പറയും. എന്നാൽ ചിന്തിച്ചു നോക്കിയാൽ നമുക്കറിയാം ഇതാണ് അതിന്റെ ശരിയായ രീതി എന്ന്. എല്ലാ മുന്തിരിയും പൊട്ടിയാല് അതിന്റെ തൊലിയും ആ മുന്തിരിയും എല്ലാം നല്ലവണ്ണം അതിനകത്ത് കിടന്നിട്ട് ഒന്ന് ചീയത്തുള്ളൂ. മുന്തിരിങ്ങ പൊട്ടാതെ കിടന്നാൽ അത് അങ്ങനെ തന്നെ അതിന്ന് ഉള്ളിലുള്ള ഒന്നും വരാതെ അത് അങ്ങനെ തന്നെ വെറുതെ ഒന്ന് കിടക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ. അതിൻ്റെ ഉള്ളിലുള്ളതെല്ലാം പൊട്ടി അതിന്റെ കളറെല്ലാം ഇളകി വരണം. ആ തൊലിയുടെ കളറെല്ലാം ഇളകി വരണം. അതേപോലെ നല്ല ഇടിച്ച് തൊലിയിലാണ് കളർ ഇരിക്കുന്നത്. മറ്റേ വൈൻ്റെ പുതിയ ടേസ്റ്റുകളെല്ലാം ആ മുന്തിരിക്കകത്താണ് ഇരിക്കുന്നത്. അതുകൊണ്ട് എല്ലാം ഇടിച്ച് കഴിയുമ്പോൾ അതിന്റെ കുരുവെല്ലാം ഇളകും, അതിന്റെ മുന്തിരിയും ഉടയും, അതിന്റെ തൊലിയും പൊട്ടും, കളറും എല്ലാം ഇളകി നല്ല കളറായിട്ട് ഇപ്പൊ തന്നെ വൈൻ്റെ നല്ല സ്മെല്ല് വരാൻ തുടങ്ങും. അല്ലെങ്കിൽ 1 മാസം 2 മാസം എല്ലാം വെച്ചാലും അതിൻ്റെതായ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. കാരണം അത് ചെയ്യാൻ വേണ്ടിയാണ് ഈ മാസങ്ങൾ വെക്കുന്നത്. 21 ദിവസവും 41 ദിവസവും 2 മാസവും ഒക്കെ വെക്കുന്നത് ഇത് ചെയ്യാൻ വേണ്ടിയാ. അപ്പൊ നമ്മളത് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് കളറെല്ലാം മാറി അത് പെട്ടെന്ന് അതിന്റെ ക്രിയകളെല്ലാം നടക്കാനിടയായിത്തീരും. അത് എല്ലാം നല്ല ഭംഗിയായി പൊട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം 1.5 ലിറ്റർ വെള്ളം ചേർത്ത് കൊടുക്കുക. 1.5 കിലോ മുന്തിരിക്ക് 1.5 ലിറ്റർ വെള്ളം ചേർത്ത് കൊടുത്ത് ഇനി നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പഞ്ചസാര ഒന്നും എല്ലാം ഒന്നും കലങ്ങത്തൊന്നുമില്ല, അത് സാവധാനം പിന്നീട് അത് കലങ്ങിക്കോളും. അപ്പൊ അതുകൊണ്ട് എത്ര കലങ്ങുന്നോ അത്രയും കലക്കി അത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. കൈ കൊണ്ട് ഒരിക്കലും ഇളക്കരുത്. കൈ തൊട്ട് കഴിഞ്ഞ് നല്ലതല്ല. മുന്തിരിയുടെ പുളിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് പഞ്ചസാര പെട്ടെന്ന് അത് കലങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം വെള്ളവും അത്ര അധികം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അത് ഭംഗിയായിട്ട് അത് കലക്കിയെടുക്കാൻ ഇപ്പോൾ സാധിക്കത്തില്ല. ഇനി നമ്മൾ അത് വായ മൂടിക്കെട്ടി ഒരു 2 ദിവസത്തേക്ക് അനക്കാതെ ഇരുട്ടുള്ള സ്ഥലത്ത് കൊണ്ട് ഭദ്രമായിട്ട് വെക്കുക. 2 ദിവസം നമ്മളിനി അത് ഒന്നും ചെയ്യുകയൊന്നും ചെയ്യരുത്, തുറക്കുകയൊന്നും ചെയ്യരുത്. 2 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മളത് തുറന്നിട്ട് ഇളക്കി കൊടുക്കാവുന്നതാണ്. നല്ല വായുസഞ്ചാരം വേണം. അതുകൊണ്ട് വല്ല പ്ലാസ്റ്റിക്കോ മറ്റു പല വസ്തുക്കൾ വെച്ചൊന്നും കെട്ടിയൊന്നും മുറുക്കിയൊന്നും കളയരുത്. അതിനകത്ത് ഫെർമെന്റേഷൻ നടക്കാതെ പതഞ്ഞു പൊങ്ങി
എല്ലാം വെളിയിൽ പോകാൻ ഇടയായി തീരും. അതുകൊണ്ട് വായു സഞ്ചാരം വേണം. അതുകൊണ്ട് വലിയ വള്ളിയിട്ടൊന്നും വലിയ ഉറപ്പിച്ച് കെട്ടണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ഒരു റബ്ബർ ബാൻഡാണ്. അതൊന്ന് അടഞ്ഞിരിക്കണം, അത്ര തന്നെ. അത് ഊരിപ്പോകരുത്, ഇളകിയൊന്നും മാറിപ്പോകരുത്. അതിനുവേണ്ടി മാത്രമാണ് ഇത് വെക്കുന്നത്. അതിനകത്തുനിന്ന് വരുന്ന വായു എല്ലാം വെളിയിൽ പോകണം. ഇനി നമുക്ക് വെളിച്ചം കിടക്കാത്ത രീതിയിൽ ഒരു സ്ഥലത്ത് വെക്കണം. ഇപ്പൊ ഞാനിത് ഒരു കബോർഡിനകത്താണ് വെക്കുന്നത്. ഇരുട്ടുള്ള സ്ഥലത്ത് വെക്കാൻ പറയുന്നത് അത് സൂര്യപ്രകാശവും അടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് മറ്റു പല ബാക്ടീരിയകളും പ്രവർത്തിച്ച് പിന്നെ വൈനിന്റെ പ്രവർത്തനം ഇല്ലാതെയായി തരും. അതുകൊണ്ടാണ് ഇരുട്ടുള്ള സ്ഥലത്ത് വെക്കാൻ പറയുന്നത്. 2 ദിവസം ഇടവിട്ട് തുറന്ന് നമ്മൾ ഇളക്കി കൊടുക്കേണ്ടതാണ്. ഇപ്പൊ 2 ദിവസത്തിന് ശേഷമാണ് ഇപ്പൊ നമ്മൾ തുറക്കുന്നത്. ആദ്യത്തെ തവണ 2 ദിവസം വരെ ഒന്നും ചെയ്യരുത്. 2-ാമത്തെ ദിവസം വേണം തുറന്ന് നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട്. ഇപ്പൊ തുറന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ പ്രത്യേകത കണ്ടു മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ നല്ല ഫെർമെന്റേഷൻ എല്ലാം നടന്ന് നല്ലവണ്ണം പതഞ്ഞ് പൊങ്ങിയെല്ലാം വന്നിട്ടുണ്ട്. ഇപ്പൊ മുറി നിറയെ വൈൻ്റെ സ്മെല്ല് അങ്ങനെ നിറഞ്ഞിട്ടുണ്ട്. കാരണം ഇതിന്റെ ഏറ് പോയില്ല എങ്കിൽ, ഇതിന്റെ അത് അകത്ത് തിങ്ങി നിറഞ്ഞ ആ വാതകമെല്ലാം വെളിയിൽ പോയില്ല എങ്കിൽ അതങ്ങനെ തന്നെ പതഞ്ഞ് പൊങ്ങി അതിന്റെ വെള്ളമെല്ലാം വെളിയിൽ പോകാനിടയായി തീരും. പിന്നെ നമ്മുടെ അധ്വാനം എല്ലാം വേസ്റ്റായി പോകും. ഇപ്പൊ കണ്ടോ, ഏകദേശം റെഡ് വൈൻ ആയി കഴിഞ്ഞു. ഇനി ഇപ്പൊ 2-ാമത്തെ ദിവസമാണത്. ഇനി 1 മാസം ഇരുന്ന് കഴിയുമ്പോൾ അത് അതിന്റെ കൃത്യമായ രീതിയിൽ അത് കളറുകളെല്ലാം മാറി അതിന്റെ നല്ല ഡാർക്ക് റെഡ് കളറായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. ഇതിന് പ്രത്യേക കളറുകളൊന്നും നമ്മൾ ചേർത്തൊന്നും കൊടുക്കരുത്. കാരണം നമ്മുടെ വയറൊന്നും കേടാൻ ഇടയാകരുത്. ഇപ്പൊ നമ്മൾ കെമിക്കൽ എന്ന് പറയാനായിട്ട് വേറെ ഒന്നും ചേർത്തിട്ടില്ല, ഈസ്റ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ അല്പാൽപമായിട്ട് ഗ്രാമ്പൂ, പട്ട ഇതൊക്കെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഗോതമ്പ് ഇതെല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു സൈഡിലേക്ക് മാത്രം വേണം ഇളക്കാനായിട്ട്. ഇടത്തോട്ടും വലത്തോട്ടും ഒന്നും ഇളക്കരുത്. ഒന്നല്ലെങ്കിൽ ഇടത്തോട്ട് മാത്രം ഇളക്കണം, അല്ലെങ്കിൽ വലത്തോട്ട് മാത്രം ഇളക്കണം. നമ്മൾ എന്തിളക്കിയാലും വലത്തോട്ട് മാത്രം ഇളക്കുന്നതാണ് നല്ലത്. അത് ഒന്ന് വീണ്ടും മൂടി കെട്ടിയതിന് ശേഷം ആ അരികെല്ലാം ഒന്ന് തുണി ഇങ്ങനെ ബാലൻസ് ഉണ്ടെങ്കിൽ ഒന്ന് തുറത്ത് വെക്കുക. നാം ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ 3 തവണ ഇളക്കി കൊടുത്തു. ഇപ്പോൾ 8-ാമത്തെ ദിവസമാണ്. മൊത്തത്തിൽ 8-ാമത്തെ ദിവസം ആയിരിക്കുന്നു. ഇപ്പൊ നമ്മൾ അത് കബോർഡിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നു. ഇപ്പോൾ 8 ദിവസം ആയപ്പോൾ നമ്മളിത് തുറക്കുകയാണ്. സാവധാനം ഇത് തുറക്കുകയാണ്. ഈ തുണിയിട്ട് മൂടി കെട്ടിവെക്കുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ മധുരം ഉള്ളത് കൊണ്ട് ഉറുമ്പോ മറ്റുള്ള ഈച്ചയോ പ്രാണികളോ ഒക്കെ വന്ന് കയറാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉറുമ്പ് പ്രാണികളൊന്നും കയറാതിരിക്കാനോ കീടങ്ങളൊന്നും കയറാതിരിക്കാനായിട്ടാണ് ഈ തുണിയിട്ട് കെട്ടുന്നത്. അങ്ങനെ തുണി നമ്മൾ അഴിക്കുകയാണ്. ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നതിനേക്കാൾ വ്യത്യസ്തമായ രീതിയിലാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. അതിന് യാതൊരു കുഴപ്പവുമില്ല. നമ്മൾ തുറന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും വൈൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇപ്പോൾ 8 ദിവസമായപ്പോൾ വൈൻ ആയി കഴിഞ്ഞു. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ 1 മാസം 2 മാസം ഒന്നും വെക്കണമെന്ന് ഇല്ല. ഇപ്പൊ നല്ല സ്ട്രോങ് സ്മെല്ലായിരിക്കുന്നു. 8-ാമത്തെ ദിവസമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത്രയും മതി. എന്നിട്ട് നമ്മൾ ഇനി ഇത് പിഴിഞ്ഞ് അരിച്ചെടുത്തതിന് ശേഷം ഇനിയാണ് നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ടത്. അപ്പോൾ ഇരുന്നിരുന്ന് അതിന്റെ വീര്യം കൂടും. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ വീഞ്ഞിന്റെ നല്ലൊരു സ്വാദ്. ഇപ്പൊ നമുക്ക് ഇത് അരിച്ചെടുക്കാം. മറ്റൊരു പാത്രത്തിലേക്ക് നമ്മൾ ഒരു തുണി വെച്ചിട്ട് നമ്മൾ അരിച്ചെടുക്കുകയാണ്. നല്ലവണ്ണം എല്ലാം കോരിയിട്ടതിന് ശേഷം നല്ലവണ്ണം കൈകൊണ്ട് ആ തുണിയിൽ നെക്കി പിഴിഞ്ഞ് അതിന്റെ വെള്ളമെല്ലാം എടുക്കേണ്ടതാണ്. ഇപ്പൊ നമ്മൾ സ്റ്റീൽ പാത്രത്തിലാണ് ഈ വൈൻ ഉണ്ടാക്കിയത്. ഇതിന് പൂപ്പലോ മറ്റു കാര്യങ്ങളോ യാതൊന്നും തന്നെ ഇല്ല. അപ്പൊ ഏത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. അതിന് പ്ലാസ്റ്റിക്കോ കുപ്പിയോ മൺഭരണിയോ ഇതൊന്നും പ്രശ്നമൊന്നുമല്ല. കാരണം ഉണങ്ങിയതായിരിക്കണം, വൃത്തിയായിരിക്കണം, നല്ലവണ്ണം ഭംഗിയായിരിക്കണം. ഇത്ര മാത്രമേ ഉള്ളൂ. ഏത് പാത്രത്തിലും നമുക്ക് ഉണ്ടാക്കാം. പഴയ കാലങ്ങളിലെല്ലാം മുള കൊണ്ടുള്ള, തടി കൊണ്ടുള്ള അല്ലെങ്കിൽ മൺപാത്രങ്ങള്
ഇങ്ങനെയുള്ള ഇതിലൊക്കെയായിരുന്നു പണ്ട് കാലത്ത് ഉണ്ടാക്കിയിരുന്നത്. ഇപ്പോഴാണല്ലോ ഈ കുപ്പിയും ഭരണിയും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നത്. അപ്പോൾ നമ്മൾ അത് നല്ലവണ്ണം പിഴിഞ്ഞെടുക്കുക. ഇപ്പോൾ ഇതിന് യാതൊരു കുഴപ്പമില്ല. ഇപ്പൊ നല്ല ഗ്യാസാണ് വന്നുകൊണ്ടിരിക്കുന്നത്, നല്ല ശക്തിയേറിയ ഗ്യാസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണ നമ്മൾ കാണുന്ന പോലെയുള്ള വൈനല്ല. നമ്മൾ ചേർക്കേണ്ട സാധനങ്ങളെല്ലാം യഥാർത്ഥത്തിൽ നല്ലവണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം പട്ടയും ഗ്രാമ്പുവും ഏലക്കയും അതെല്ലാം അതിന്റെ ഭംഗിയായിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തുകൊണ്ടാണ് ഇത്രയൊക്കെ നല്ല സ്ട്രോങ് ആയിരിക്കുന്നത്. ഇപ്പൊ അതിന്റെ കളർ എന്താന്ന് നോക്കിക്കേ, നല്ല ഭംഗിയായിട്ട് നല്ല ഡാർക്ക് കളറിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ അത് പിഴിഞ്ഞെടുത്തുകൊണ്ട് അത് കലങ്ങിയിരിക്കുകയാണ്. അത് തെളിഞ്ഞു കഴിയുമ്പോൾ നല്ല ഡാർക്ക്, നല്ല ചുവന്ന, നല്ല റെഡ് വൈനായിട്ട് നമുക്ക് ലഭിക്കും. നമ്മൾ ഇനി 14 ദിവസത്തേക്ക് നമ്മൾ അരിച്ചെടുത്തതിന് ശേഷം 14 ദിവസത്തേക്ക് നമ്മൾ അനക്കാതെ അങ്ങ് വെക്കുകയാണ്. വേണമെങ്കിൽ നമുക്കെടുത്ത് ഉപയോഗിക്കാം. 14 ദിവസം അനക്കാതെ വെക്കണം. അങ്ങനെയാണ്, മൊത്തത്തിലാണ് 21 ദിവസം. അല്ലാതെ 21 ദിവസമൊന്നും നമ്മളിങ്ങനെ മുന്തിരി പാത്രത്തിലാക്കിയിട്ട് കലക്കി 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 കൊടുക്കണമെന്നൊന്നും ഇല്ല. കാരണം 8 ദിവസം കൊണ്ട് വൈൻ ആയി കഴിഞ്ഞു. ഇനി 8 അല്ല 80 ദിവസം വെച്ചാലും ഇത്രയൊക്കെ ഉള്ളൂ. കാരണം ഇനി അധികം നമ്മൾ വെച്ചോണ്ടിരുന്നാൽ ചിലപ്പോൾ പൂത്തു പോകാനും ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ കൈയോടെ പിഴിഞ്ഞെടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള അതിന്റെ എല്ലാ സത്തുകളും ഇതിലോട്ട് വന്നു കഴിഞ്ഞു. ഇനി അവിടെ ഇരുന്ന് തന്നെ അത് അതിന് വീര്യം കൂടുകയും ഒക്കെ ചെയ്യും. ഇപ്പൊ നമ്മൾ തുണിയിൽ അരിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അരിപ്പ് വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് അരിച്ചെടുക്കുമ്പോൾ അതിന്റെ കളർ നോക്കിയേ, നല്ല റെഡ് വൈനായി കഴിഞ്ഞു. അതിന്റെ കളർ നല്ല ഭംഗിയായിട്ട് നല്ല റെഡ് ആയി കഴിഞ്ഞു. നല്ല ഫ്രഞ്ച് വൈൻ, നല്ല നല്ല ഗ്യാസ് മൂക്കിലോട്ട് അതിന്റെ വാസന എല്ലാം തുളച്ച് കയറുകയാണ്. ശരിക്കും നല്ല സ്ട്രോങ്, നല്ലൊരു വൈനായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരു 4 ലിറ്ററോളം നമുക്ക് 1.5 ലിറ്റർ വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. പിന്നെ മുന്തിരിയും ആ മുന്തിരിയിലുള്ള വെള്ളവും പഞ്ചസാരയും ഇതിന്റെ അളവുകളും എല്ലാം കൂടി ചേർന്നിട്ട് നമുക്ക് ഒരു 4 ലിറ്റർ, 1.5 കിലോ മുന്തിരി ഇട്ട് നമ്മൾ വൈൻ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഒരു 4 ലിറ്ററോളം നമുക്ക് ആയിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മളത് കുപ്പിയിലേക്ക് പകർന്നു വെക്കുകയാണ്. ഇത് ചില്ലുകുപ്പിയാണ്. അത് ചില്ലുകുപ്പി വേണം നിർബന്ധമൊന്നുമില്ല. അത് ഞാനൊരു സ്റ്റൈലിന് വേണ്ടി ചില്ലുകുപ്പിയിൽ ഒഴിച്ചു വെക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല കുടത്തിലോ അല്ലെങ്കിൽ ഭരണിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ശുദ്ധമായ നല്ല പാത്രത്തിൽ നമുക്കിത് സൂക്ഷിച്ചു വെക്കാം. പ്ലാസ്റ്റിക് കുപ്പിയിലും വേണമെങ്കിൽ ഒഴിച്ചു വെക്കാം. അതെല്ലാം കഴുകി നന്നായിട്ട് ഉണക്കിയൊക്കെ എടുക്കണം എന്നേ ഉള്ളൂ. ഇപ്പോൾ 2 കുപ്പി ആണ് ചില്ലുകുപ്പിയാണ് എടുത്തിരിക്കുന്നത്. ആ ചില്ലുകുപ്പിയിൽ 2 നമ്മൾ പകർന്ന് മൂടി വെച്ചിട്ടുണ്ട്. അല്പം ഇതിപ്പോ നമ്മൾ പിഴിഞ്ഞെടുത്തുകൊണ്ട് അത് കലങ്ങിയിരിക്കുകയാണ്. ഇനി ഇത് തെളിയണം. ഒരാഴ്ചയോ 2 ആഴ്ചയോ 3 ആഴ്ചയോ 2 മാസമോ 1 വർഷമോ എങ്ങനെ വേണമെങ്കിലും നമുക്കത് സൂക്ഷിച്ചു വെക്കാം. ഇപ്പൊ ഇത്രയും വൈൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. 2 കുപ്പിയും പിന്നെ ആ വലിയൊരു കുപ്പിയിലും നമുക്ക് പിഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി അതങ്ങനെ ഇരുന്നിട്ട് അത് തെളിയാൻ വേണ്ടി നമ്മൾ വെച്ചിരിക്കുക. ഇപ്പൊ നമ്മൾ മൊത്തത്തിൽ 21 ദിവസം ആയി കഴിഞ്ഞു. 8ാമത്തെ ദിവസം നമ്മൾ വൈൻ പാത്രം പൊട്ടിച്ച് പിഴിഞ്ഞെടുത്തു. ഇപ്പൊ 21ാമത്തെ ദിവസം ഈ വൈനിന്റെ കളർ നോക്കിയേ, നല്ല ഫ്രഞ്ച് റെഡ് വൈൻ ആയി കഴിഞ്ഞു. ഇതാണ് വൈൻ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വളരെ തലപുകഞ്ഞിട്ടോ കുറെ നാളിങ്ങനെ സൂക്ഷിച്ചു വെച്ചതുകൊണ്ടൊന്നും വൈനായിട്ട് ശരിക്കും കിട്ടണമെന്നൊന്നുമില്ല. ഇത് നിങ്ങൾ അടുത്തുണ്ടായിരുന്നെങ്കിൽ ഇതിന്റെ സ്മെല്ലും ഇതിന്റെ ടേസ്റ്റും എല്ലാം നിങ്ങൾക്ക് രുചിച്ചറിയാമായിരുന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ തന്നെ ഇന്ന് ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് ഇതേപോലെ മനോഹരമായിട്ട് കിട്ടും. കാരണം 8 ദിവസം മതി നമുക്ക് ഇത് പുളിച്ച് വൈനായിട്ട് നല്ലപോലെ കിട്ടാൻ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വൈൻ കുടിക്കാൻ നല്ല ടേസ്റ്റുണ്ട്, നല്ല സ്ട്രോങ്, നല്ല നാളെല്ലാം നല്ല എന്തോ നല്ല രീതിയിൽ നാക്കിലെല്ലാം അതിന്റെ എഫക്റ്റ് വരുന്നുണ്ട്. ഒറ്റടിക്കൊന്നും നമുക്ക് കുടിക്കാൻ പറ്റത്തില്ല. അതേപോലെ നല്ല സ്ട്രോങ് ആയിരിക്കുന്ന വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കണ്ടതിന് നന്ദി. മറ്റൊരു വീഡിയോയുമായി നിങ്ങൾക്ക് ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.